തെലങ്കാനയിലേക്ക് വരാം. തെലങ്കാനയിലെ വലിയ വിജയത്തെക്കുറിച്ച് പറഞ്ഞു. സോണിയാഗാന്ധിക്ക് തെലങ്കാനയിൽ മത്സരിക്കാമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. അതിനൊരു സാധ്യതയുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ ഈ ഇന്റർവ്യൂവിൽ പറയാം. അതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട സമയത്ത് തീരുമാനിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP താങ്കളെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഒരുപക്ഷെ താങ്കൾക്ക് അതിൽ പ്രതികരിക്കാൻ പറ്റും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അതൊരു ബുൾഡോസർ ഇഫക്റ്റ് നൽകുമെന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളാണ്. പാർട്ടി യുക്തമായ സമയത്ത് ഏതാണോ ശരിയായ തീരുമാനം അത് പാർട്ടി എടുക്കും. പാർട്ടി കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എനിക്കും ബാധകമാണ്, പാർട്ടി മറ്റുള്ളവർക്കും ബാധകമാണ്. അതിനപ്പുറം മറ്റു കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുക ഞാനാണ്. താങ്കൾ ഏതായാലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പ്രാവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒറ്റക്ക് വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. കഴിഞ്ഞ ദിവസം ശ്രീ K മുരളീധരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സിറ്റിംഗ് MP മാരൊക്കെ അതാത് സീറ്റുകളിൽ തന്നെ മത്സരിക്കും എന്നാണ്. പിന്നെ മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് എന്ന ആവശ്യം അതിന് വഴങ്ങേണ്ടി വന്നാലും അതിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം മുൻപ് K കരുണാകരൻ അങ്ങനെ ഒരു 3ാം സീറ്റ് കൊടുത്തിരുന്നു ലീഗിന് എന്നാണ്. ആ അഭിപ്രായം എന്താണ് താങ്കളുടെ? അല്ല, ഞാൻ ആ കാര്യങ്ങൾ അവിടെ മുന്നണി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സ്മൂത്തായിട്ട് തീരും. ഒരാശങ്കക്കോ അവകാശമില്ലാത്തവണ്ണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത 1-2 ദിവസങ്ങൾക്കൊക്കെ അവരുടെ അടുത്ത ചർച്ചയോടുകൂടി അത് അവസാനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോൺഗ്രസിനെ പാർലമെന്റിനകത്ത് മോദി അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് കൂടുതലായി ആക്രമിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDFന്റെ ഭാഗമായിരുന്ന NK പ്രേമചന്ദ്രന് നരേന്ദ്രമോദിയുടെ അത്താഴി വിരുന്നിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഭാഗമാവുകയും ചെയ്തു. അപ്പോൾ അതിൽ എന്തെങ്കിലും എനിക്കറിയില്ല എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. എന്താണ് അതിൻ്റെ ഉദ്ദേശം അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പ്രേമനത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല പ്രേമനോട്. എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന്. ഈ ലോക്സഭയിൽ BJPക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് വാദമുകൾ ഉന്നയിക്കുന്ന ആൾ പ്രേമചന്ദ്രനാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ CPM-ഉമായിട്ടോ ഒരു കൂട്ട് ചേരാൻ പറ്റില്ല. കാരണം എതിർപക്ഷത്ത് നിൽക്കുന്ന 2 ചേരികളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ താങ്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് പറഞ്ഞു, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് പറഞ്ഞു, രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി അവരെ പ്രയോഗിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFIയോട് അന്വേഷണം നടക്കുകയാണ്. ഇതിലും പിന്നിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഈ അന്വേഷണങ്ങളെല്ലാം പുകമറ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നരേന്ദ്രമോദി തന്നെ തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരായിട്ട്. അങ്ങനെ പ്രസംഗിക്കേണ്ട ആളല്ലല്ലോ നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഇല്ലേ? ഈ രാജ്യത്ത് ഹേമന്ത് സോറനെ ഇപ്പോൾ പിടിച്ച് അകത്താക്കിയിരിക്കില്ലേ? മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ചെന്ന് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് പിടിച്ച് അകത്താക്കുകയായിരുന്നു. അദ്ദേഹത്തിന് റിസൈൻ ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് പ്രധാനമന്ത്രിയെ പോലെ ആൾ മുഖ്യമന്ത്രിയൊക്കെ ഇതിന് അഴിമതി ആരോപണം ഉന്നയിക്കുകയാണോ വേണ്ടത്? നടപടി എടുക്കുകയല്ലേ വേണ്ടത്? ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് എന്ത് നടപടിയാണ്, കോൺക്രീറ്റായ നടപടി അവിടെ വരുന്നുണ്ടായത്? ഞാൻ നടപടി എടുക്കാൻ ആവശ്യപ്പെടുകയല്ല. അങ്ങനെ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആത്മാർത്ഥതയില്ല. മറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ എനിക്ക് പരാതിയുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഞാൻ ഇപ്രാവശ്യം വായിച്ചു നോക്കി. ഒരക്ഷരമില്ലല്ലോ കേന്ദ്രത്തിനെതിരായിട്ട്. എന്താ ഇല്ലാത്തത്? ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഗവർണറുടെ ലെറ്റേഴ്സ് അല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ഒരു വലിയ പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധ വേദിയിൽ ആദ്യം പൊതുയോഗമാക്കി. പൊതുയോഗം പിന്നെ പ്രതിഷേധം എന്ന് പറഞ്ഞു. കേന്ദ്രത്തിനെതിരായി നടത്തുന്ന പ്രതിഷേധവും പൊതുയോഗവും അതിൻ്റെ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ എക്സസൈസ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നത്. അതവർ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യത്തിന് എന്താ മറുപടി പറയാത്തത്? ഗവർണർ അഡ്രസ്സിൽ എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കിയതെന്നാൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു സർക്കാരിൻ്റെ നയം പറയുന്നതല്ലേ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞാൽ നയമല്ലേ? സംതിങ് റോങ്. അതുകൊണ്ടാണോ കോൺഗ്രസ് ഇവിടെ പിന്തുണയ്ക്കാതിരുന്നത്? അല്ല, കോൺഗ്രസ് പിന്തുണക്കുന്നുണ്ട്. തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. സ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം കോൺഗ്രസ് പിന്തുണക്കും, നാളെയും പിന്തുണക്കും, നല്ല ആവശ്യങ്ങൾക്ക്. അല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ ക്ഷണിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നല്ലോ, പക്ഷെ ഒരു തരത്തിലും അദ്ദേഹം സഹകരിച്ചില്ല. എന്തിനായിരുന്നു? ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ. അല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകത്തിൻ്റെ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ലല്ലോ. അദ്ദേഹത്തിന് സ്വന്തം സ്റ്റേറ്റല്ലേ. അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കേരളം നടത്തിയത്. കാരണം കേരളം അതിനകത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ കൂടി അണിനിരത്തിയായിരുന്നു നടത്തിയത്. നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഉണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കപിൽ സിബൽ ഉണ്ടായിരുന്നു, അരവിന്ദ് കെജ്രിവാൾ. അല്ല, ആ ഒരു കൂട്ടായ്മ അവിടെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഇല്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നേ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടി CPM-നോട് ശക്തമായി പോരാടുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ എത്ര പിള്ളേരെ നിങ്ങൾക്കറിയാമല്ലോ, എത്ര പിള്ളേരെയാണ് ഗൺമേൻ വന്ന് തല്ലുന്നത് എവിടെയും കണ്ടിട്ടുണ്ടോ? പാവപ്പെട്ട ഇപ്പോഴും ആ കുട്ടികളെ, ആലപ്പുഴയിലെ കുട്ടികൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സഹകരണമാണെങ്കിൽ അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടിരുന്നത്? അപ്പോൾ അവിടെ ഞങ്ങൾ പോരാടുകയാണ്.
അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും വേണ്ട. അവരുടെ നയങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന് യോജിക്കാൻ പറ്റില്ലല്ലോ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് താങ്കൾ ചോദിച്ചു നോക്ക്, അവർ ഹാപ്പിയാണോ ഇപ്പോഴത്തെ ഭരണത്തിന് ചോദിച്ചു നോക്ക്, അവരുടെ മറുപടി താങ്കൾക്ക് കിട്ടുമല്ലോ. എന്നിട്ട് വേണ്ട ഞങ്ങളോട് പറയാൻ. ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ദേശീയ അന്വേഷണ ഏജൻസികളുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള വരവ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ളതാണെന്ന്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ താങ്കൾ അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് കരുവന്നൂരിന്റെ കേസിൽ, ലൈഫിന്റെ കേസിൽ കേന്ദ്രത്തിന്റെ ലക്ഷ്യം കൃത്യമായിട്ടും അവർക്ക് എല്ലാത്തിനും രാഷ്ട്രീയ അജണ്ട ഉണ്ട്. അവർക്കുടെ അജണ്ട എന്താണ്? അവരുടെ അജണ്ട, പ്രധാനപ്പെട്ട അജണ്ട, കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റും. ആ മുഖ്യ അജണ്ടയിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ED വെച്ച് നടത്തുമ്പോഴും എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അതേ അവർ കേരളത്തിലും ചെയ്യുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലർത്ഥം ക്ലിയർ ആണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് അത് നമുക്ക് തടയാൻ പറ്റുമോ? കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ED വേണ്ടാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. CPM കാരനോട് ED വേണ്ടാന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മെറിറ്റിലോട്ട് പോട്ടെ. പക്ഷെ നമ്മൾ പറയുന്നത് ടാർഗറ്റ് ചെയ്ത്, രാഷ്ട്രീയ ടാർഗറ്റ് ചെയ്ത് കൂറുമാറ്റാൻ, കാലുമാറ്റാൻ, സർക്കാരിനെ വീഴ്ത്താൻ ED ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ താങ്കൾ നേരത്തെ എന്നോട് ചോദിച്ചത് ഇത് കോൺഗ്രസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണോ എന്ന് താങ്കൾ ചോദിച്ചു. ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ഇപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനമാകട്ടെ, അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവാകട്ടെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണമാകട്ടെ, ഇത്തരം എല്ലാ, ഇപ്പോൾ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാകട്ടെ, ഇതിലെല്ലാം പ്രധാന പ്രതിപക്ഷമായി നിൽക്കുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം സംബന്ധിച്ച് ചില അവ്യക്തതകൾ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് CPM-ന്റെ ആരോപണം തന്നെ കേരളത്തിലെ 18 UDF MPമാരാണ് കേരളത്തിലെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന ആക്ഷേപമുണ്ടായി. നിലപാട് സ്വീകരിക്കുന്ന ആക്ഷേപമുണ്ടായി. കേന്ദ്രത്തിൽ BJP-ക്കെതിരായ ശക്തമായ പോരാട്ടത്തിലാണ്. ഞങ്ങളുടെ നേതാവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാതാക്കി 3-4 മാസക്കാലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പടിവെച്ച് പുറത്താക്കി. ആ BJP-ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഏറ്റവും ശക്തമായി പോരാട്ടം നടത്തുന്ന നേതാവും പാർട്ടിയും ഉള്ളത് കോൺഗ്രസ് തന്നെയാണ്. ഞങ്ങൾക്കൊരു അവ്യക്തതയും ഇല്ല. ഞങ്ങൾ കേരളത്തിലെ കാര്യം, ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ തോന്നിയവാസം ഉണ്ടെങ്കിൽ ഗവർണർ തോന്നിയവാസമാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഹൈലൈറ്റ് ചെയ്യാറില്ല. കോൺഗ്രസ് പറയുമ്പം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യില്ല. ഞാൻ തന്നെ എത്ര പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഗവർണർക്കെതിരെ. ഗവർണർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചാനൽ കൊടുക്കുന്നുണ്ടാവില്ല.